കോമ്പാക്ട് XUV സെഗ്മെന്റിലെ ദി ഗെയിം ചേഞ്ചർ ആയിട്ടുള്ള ദി ഓൾ ന്യൂ 3XO ആയിട്ടുള്ള വീഡിയോ ആണ് ഇത് വരാൻ പോകുന്നത്. സോ വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് അയൽക്കൂട്ടം. Cause I don't give a fuck what you say. Yeah, I'm gonna shit my way. So you can go pick up some mistake bricks up, build. Yo, I got a lot of shit to say, so I'ma do this every day. I'll be writing things until I'm fucking buried in my grave. സോ അപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത് ഇത് ഓൾ ന്യൂ 3XO ആണ്. 3XOന്റെ മാനുവൽ വേരിയന്റ് ആയിട്ടുള്ള AX5 പെട്രോൾ മാനുവലാണ് നമുക്ക് വന്നിരിക്കുന്നത്. എന്തായാലും ആസ് യൂഷ്വൽ നമ്മുടെ വണ്ടിയുടെ ഇന്റീരിയറിൽ നിന്ന് നമുക്ക് തുടങ്ങാം. എന്തായാലും നമുക്ക് അകത്തെ വിശേഷങ്ങൾ കണ്ടു നോക്കാം. ആസ് യൂഷ്വൽ നമ്മുടെ 3XOയുടെ ഉള്ളിലാണ് നമ്മൾ ഇരിക്കുന്നത്. ഇപ്പോൾ ഇതിൽ കയറുന്ന സമയത്ത് തന്നെ ഉണ്ടായ ചേഞ്ചസ്, ഇതൊരു നമ്മുടെ 3XO അല്ല 300യുടെ ഒരു സെയിം സെഗ്മെന്റിൽ വരുന്നതാണ്. പക്ഷേ കുറച്ചുകൂടെ ഫീച്ചർ ലോഡഡ് ആയിട്ട് മാറിയിട്ടുണ്ട്. ആസ് യൂഷ്വൽ നമുക്ക് ഫ്ലിപ്പ് കീസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വണ്ടി പുഷ് സ്റ്റാർട്ടാണ് വരുന്നത്. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ 3XOയുടെ ഇന്റീരിയറിലുള്ള സ്റ്റീരിയോ ആണ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇതിലോ ആൻഡ്രോയിഡ് ഓട്ടോ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ബേസിക് ആയിട്ടുള്ള ക്ലസ്റ്റേഴ്സ് ആണ് ഇവിടെ വരുന്നത്. നാവിഗേഷൻ വരുന്നുണ്ട്. ബേസിക് രീതിയിലുള്ള ഇൻഫർമേഷൻ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അത്യാവശ്യം ടച്ച് റെസ്പോൺസ് ഉള്ള ഒരു സ്റ്റീരിയോ ആണ്, സ്ക്രീൻ തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു വണ്ടിയിൽ നമുക്ക് കംഫർട്ട് മോഡ്സ് ആണ് വരുന്നത്. അത് നമുക്ക് ഡ്രൈവ് മോഡ്സ് അല്ല വരുന്നത്, കംഫർട്ട് മോഡ്സ് ആണ്. അതെന്തെന്ന് പറയുന്നത് നമ്മുടെ സ്റ്റിയറിംഗ് മാത്രമാണ് നമുക്ക് ഇവിടെ കംഫർട്ട് ലെവലായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അതിനുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു സ്വിച്ച് ആണ്. ഈ സ്വിച്ചിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ മോഡ്സ് ആക്ടിവേറ്റ് ആവും. അതായത് ആക്ടിവേറ്റ് ആവുന്ന സമയത്ത് നമ്മുടെ സ്റ്റിയറിംഗിൽ ആ ഒരു ഇൻഡിക്കേഷൻ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. 3 മോഡ്സ് ആണ് നമുക്ക് വരുന്നത്. അത് ഏതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ മോഡ് എന്ന് പറയുന്നത് കംഫർട്ട് മോഡാണ്. കംഫർട്ട് മോഡിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഡ്രൈവിംഗ് റെസ്പോൺസ് നമുക്ക് കിട്ടാറുണ്ട്. സ്റ്റിയറിംഗ് ഭയങ്കരമായിട്ട് ടൈറ്റ് അല്ല, സ്റ്റിഫ് ആവാറില്ല. നോർമൽ മോഡിലോട്ട് മാറുന്ന സമയത്തുള്ള ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഒരു അഗ്രസീവ് എന്ന രീതിയിലോട്ട് മാറാറുണ്ട്. നമ്മുടെ സ്റ്റിയറിംഗിന് കുറച്ചുകൂടെ റെസ്പോൺസ് കിട്ടാറുണ്ട്. അതുപോലെ തന്നെ സ്പോർട്സ് മോഡിലോട്ട് മാറുന്ന സമയത്ത് നല്ല രീതിയിൽ അഗ്രഷനാണ് നമുക്ക് സ്റ്റിയറിംഗ് മോഡിൽ നിന്ന് കിട്ടുന്നത്. അത്യാവശ്യം നല്ല ടൈറ്ററായിട്ട് നമുക്ക് കുറച്ചുകൂടെ ഒരു കംഫർട്ട് ലെവലിൽ നമുക്ക് നല്ല രീതിക്ക് പുഷ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു വണ്ടിയുടെ റെസ്പോൺസ് നമുക്ക് കിട്ടുന്നത്. പിന്നെ AC വെൻസ് നമുക്ക് നോർമലായിട്ട് വരുന്നുണ്ട്. സാധാരണ ഇതുപോലെ കൺസോളൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ വരുന്നത് നമുക്ക് ട്രാക്ഷൻ ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ബേസിക് ഫീച്ചേഴ്സ് ആണ് മാത്രം വരുന്നത്. പിന്നെ വയർലെസ് ചാർജിങ് ആണ് നമുക്കിവിടെ വരുന്നത്. അതുപോലെ തന്നെ അല്ലാതെ തന്നെ നമുക്ക് ഈ ഒരു സാധാ നോർമൽ ചാർജിങ്ങും വരുന്നുണ്ട്. ഇതിന്റെ കീ എന്ന് പറയുന്നത് നോർമൽ ആയിട്ടുള്ള ഒരു ഫീച്ചറിസ്റ്റിക് ആയിട്ടുള്ള കീ ആണ് നമുക്കിവിടെ കിട്ടുന്നത്. പിന്നെ ഇതിന്റെ ഒരു റിവേഴ്സ് ക്യാമറയും കൂടി ഞാനത് കാണിച്ചു തരാം. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ക്യാമറയാണ് നമുക്കിവിടെ കിട്ടുന്നത്. അത് ജസ്റ്റ് നമ്മൾ സ്റ്റിയറിംഗ് ടിൽറ്റ് ചെയ്യുന്ന സമയത്ത്, റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമുക്ക് അവിടുത്തെ ലൈൻസും അതെല്ലാം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതിലെ ടോപ്പ് എൻഡിലാണ് നമുക്ക് അഡാസും അതോടൊപ്പം 360യും വരുന്നത്. വയർലെസ് ചാർജിങ് ഈ ഒരു വണ്ടിയിൽ വരുന്നുണ്ട്. ഇതൊരു 5 സ്റ്റാർ റേറ്റിംഗ് ഉള്ള ഒരു വണ്ടിയാണ്. സ്റ്റിയറിംഗ് ഒക്കെ നമുക്ക് വളയ്ക്കുന്ന സമയത്ത് നമ്മൾ താറിൽ കണ്ട കണക്ക് തന്നെ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. നമ്മൾക്ക് എത്രമാത്രം നമ്മൾ സ്റ്റിയറിംഗ് വളച്ചിട്ടുണ്ടെന്നുള്ളൊരു ഇൻഫർമേഷൻ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. പിന്നെ ഇതിൽ ടോപ്പിൽ വരാൻ നമുക്ക് ഗ്ലാസ് ഹോൾഡേഴ്സ് നമുക്ക് വരുന്നുണ്ട്. അതുപോലെ നമുക്ക് ഇവിടെ സൺറൂഫ് ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷനും വരുന്നുണ്ട്. സൺറൂഫ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഈ ഒരു രീതിയിലാണ് നമുക്ക് വ്യൂ കിട്ടുന്നത്. അത്യാവശ്യം ഈ ഒരു സെഗ്മെന്റിൽ കിട്ടാൻ പറ്റുന്ന ഒരു നല്ലൊരു സൺറൂഫ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. പിന്നെ സൺറൂഫ് ക്ലോസ് ചെയ്യാനായിട്ട് ജസ്റ്റ് നമ്മൾ ഈ ഒരു സ്വിച്ച് നിൽക്കുക, അപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് സൺറൂഫ് ലോക്ക് ആവുന്നുണ്ട്. പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പോർഷൻ നമുക്ക് ബ്ലൈൻഡ്സ് നമ്മൾ നോർമലി കൈ കൊണ്ടാണ് നമ്മളിവിടെ ക്ലോസ് ചെയ്യേണ്ടത്. ഈ ഒരു സൺറൂഫ് ഉണ്ടെങ്കിൽ പോലും നമുക്കുള്ളൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്ത് ഹീറ്റ് നമുക്ക് കിട്ടാറില്ല, നല്ല രീതിക്ക് കിട്ടാറില്ല. അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ സ്റ്റിയറിംഗിൽ നല്ല രീതിയിലുള്ള കംഫർട്ട് ഉണ്ട്. ഇതിൽ ലെതേഴ്സ് ആയാലും പ്ലാസ്റ്റിക് ആണ്, പക്ഷേ ക്വാളിറ്റി ഉള്ള പ്ലാസ്റ്റിക്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. നോർമൽ ആയിട്ടുള്ള ഹാൻഡ് ബ്രേക്സ് ആണ് നമുക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ ടോപ്പ് എൻഡിൽ മാത്രമാണ് നമുക്ക് ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്സ് വരുന്നത്. പവർ സ്വിച്ചസ് വരുന്നുണ്ട്. മിറേഴ്സും നമുക്ക് ഇവിടെ ഫോൾഡ് ചെയ്യാനും അൺഫോൾഡ് ചെയ്യാനും സാധിക്കുന്നുണ്ട്. എന്തായാലും ഇനി അപ്പുറത്ത് നിന്ന് നോക്കാം, അപ്പുറത്ത് ഇരിക്കാൻ എങ്ങനെയുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സീറ്റ്സിനെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റത്തില്ല. നല്ല ഈ കംഫർട്ട് കിട്ടുന്ന ഒരു സീറ്റ്സ് തന്നെയാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെ നല്ല രീതിയിൽ തൈ സപ്പോർട്ടും കിട്ടുന്നുണ്ട്, നല്ല ബാക്ക് സപ്പോർട്ടും നമുക്ക് കിട്ടുന്നുണ്ട്. ഈ ഒരു സീറ്റിൽ അത്യാവശ്യം ഞാൻ നല്ല രീതിയിൽ കംഫർട്ടാണ്. എന്തായാലും കോ ഡ്രൈവർ സീറ്റ് എങ്ങനെയുണ്ടോ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. കോ ഡ്രൈവർ സീറ്റിൽ കയറുന്ന സമയത്തും നമുക്ക് അത്യാവശ്യം നല്ല രീതിക്കുള്ള കംഫർട്ട് കിട്ടുന്നുണ്ട്. ആസ് യൂഷ്വൽ സെയിം മെറ്റീരിയൽ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്കിവിടെ ഒരു ഗ്ലൗ ബോക്സ് വരുന്നുണ്ട്. അത്യാവശ്യം ചെറിയ സ്റ്റോറേജ് സ്പേസ് ഉള്ള ഗ്ലൗ ബോക്സ് ആണ് നമുക്കിവിടെ കിട്ടുന്നത്.
അതുപോലെ തന്നെ ഈ ഒരു ബാഡ്ജിങ് നമുക്ക് ഇവിടെ നല്ല രീതിയിലുള്ള ഒരു പ്രീമിയം ഫീല് കിട്ടുന്ന ഒരു പാറ്റേൺ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത് ഈ വണ്ടിയുടെ ഏകദേശം എല്ലായിടത്തും ഇതുപോലെ തന്നെ കൊടുത്തിട്ടുള്ള ബാഡ്ജ് ഇത് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല കംഫർട്ടും കിട്ടുന്നുണ്ട്, ഒരു പ്രീമിയം ഫീലും നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഇനി നമുക്കത് ബാക്കിലോട്ട് ഇരുന്ന് നോക്കാം. ഫ്രണ്ടിൽ ഇവിടെ വെറ്റേൺ മിററിൽ നമുക്ക് ലൈറ്റ്സ് വരുന്നുണ്ട്. ഓപ്പൺ ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നമുക്ക് ലൈറ്റ്സ് കിട്ടുന്നുണ്ട്. അത് നല്ലൊരു കാര്യമായിട്ട് തോന്നിയിട്ടുണ്ട്. എന്തായാലും പുറകിൽ എങ്ങനെ കംഫർട്ട് ഉണ്ടോ ഇല്ലയോ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. സോ പുറകിലോട്ട് ഇരിക്കുന്ന സമയത്ത് ഞാൻ ഫ്രണ്ടിലെ സീറ്റ് മാക്സിമം ബാക്കിലോട്ട് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഒരു ഹൈറ്റിന് വെച്ചാണെങ്കിൽ ഈ ഒരു രീതിയിലായി സീറ്റിംഗ് പൊസിഷൻ വരുന്നത്. കുഴപ്പമില്ല, എൻ്റെ കാല് തട്ടുന്നുണ്ട്, എന്നാലൊരു കംഫർട്ടായിട്ട് ഇരിക്കാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഹെഡ് റെസ്റ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പുറകിലും നമുക്കിവിടെ AC വെൻസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫാസ്റ്റ് ചാർജിങ്ങിനുള്ള ഒരു C ടൈപ്പ് പോർട്ട് വരുന്നുണ്ട്. 12 വോൾട്ടിന്റെ പവർ അഡാപ്റ്റേഴ്സും വരുന്നുണ്ട്. ഫോൺ പ്ലേസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും വന്നിട്ടുണ്ട്. ചെറിയ ചെറിയ പേർപ്പസ് വെക്കാനുള്ള ഒരു നമുക്ക് സ്പേസും ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് നല്ല രീതിയിലുള്ള കാര്യമായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ബ്ലാക്ക് ഇന്റീരിയേഴ്സ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. അത്യാവശ്യം എനിക്ക് പേഴ്സണലി ഈ ബ്ലാക്കിനോടാണ് ഇഷ്ടം വൈറ്റിനെ കാട്ടി. അതെന്തായാലും നല്ല കാര്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഇനി നമുക്ക് ഡിക്കി സ്പേസ് എങ്ങനെ ഉണ്ടെന്ന് കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ നമുക്കിവിടെ ഹാൻഡ് റെസ്റ്റും വരുന്നുണ്ട്. ലോങ് ഡ്രൈവ് പോണ സമയത്ത് നമ്മളെല്ലാ ആൾക്കാരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്, കൈയൊക്കെ ഒന്ന് കംഫർട്ടായിട്ട് വെച്ച് യാത്ര ചെയ്യാനായിട്ട്. എന്നാൽ ആ ഒരു ഫീച്ചറും നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 2 കപ്പ് ഹോൾഡേഴ്സും വരുന്നുണ്ട്. ഇവിടെയും നമ്മുടെ കോ ഡ്രൈവർ സീറ്റ്സിലും നമുക്ക് ബാക്കിലെ സീറ്റിലും നമുക്കിവിടെ കപ്പ് ഹോൾഡേഴ്സും വാട്ടർ ബോട്ടിൽ ഹോൾഡേഴ്സും നമുക്കിവിടെ വരുന്നുണ്ട്. എന്തായാലും പുറത്തെ ഡിക്കി സ്പേസ് എങ്ങനെ ഉണ്ടെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. പുറകിലെ ബൂട്ട് സ്പേസ് നോക്കുന്ന സമയത്ത് അത്യാവശ്യം വലിയ രീതിയിലെ ഡീപ്പുള്ള ഒരു ബൂട്ട് സ്പേസ് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. വലിയ ലഗേജസ് നമുക്കിവിടെ പ്ലേസ് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ ഇതിനുള്ളൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വലിയ ലഗേജസ് വെക്കുന്ന സമയത്ത് ഒന്ന് പിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പാട് എനിക്ക് ചെറിയ രീതിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ സീറ്റ്സ് നമുക്ക് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിപ്പോൾ നമുക്ക് താക്കുകയാണെങ്കിൽ ഇനിയും നമുക്ക് നമ്മുടെ ആ ഒരു ഡിക്കി സ്പേസ് പിന്നെയും കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ നൈസ്ലി ഇവിടെ നമുക്ക് സാധനങ്ങൾ പ്ലേസ് ചെയ്യാനുള്ള ഹോൾഡേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല കാര്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അതുപോലെ തന്നെ എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ ബാക്ക് ഡിസൈൻ തന്നെയാണ്. ഒരു സീറ്റ് ടൈപ്പ് ലൈറ്റ്സ് ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. മഹേന്ദ്രയുടെ പുതിയ ബാഡ്ജിങ് ആണ് വന്നിരിക്കുന്നത്. അതിൻ്റെ തൊട്ട് താഴെ തന്നെയാണ് XUV 3XO എന്ന് കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഓവറോൾ ലുക്ക് നോക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ചേഞ്ചസ് വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിലുള്ള പ്രീമിയം ക്വാളിറ്റി അവർ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി എന്തായാലും നമുക്ക് വണ്ടിയുടെ എൻജിൻ റൂം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇത് ഒരു പെട്രോൾ മാനുവൽ ആണ് വരുന്നത്. AX5 ആണ് വേരിയന്റ്. AX5 നമുക്ക് ഇഞ്ചക്ഷൻ ആണ് നമുക്ക് വരുന്നത്. മറ്റൊരു പറയുന്നത് ഡയറക്റ്റ് ഇഞ്ചക്ഷൻ ആണ് നമുക്ക് വരുന്നത്. അതിൽ ചെറിയൊരു വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ. ബാക്കിയെല്ലാം വണ്ടിയുടെ സെയിം ഫീച്ചേഴ്സും സ്പെക്കും എല്ലാം സെയിം ആണ്. ലക്ഷറിയിലോട്ട് വരാൻ നമുക്ക് അഡാസ് വരുന്നുണ്ട്, 360 വരുന്നുണ്ട്. ഇതിൽ നമുക്ക് അഡാസ് ഒന്നും വരുന്നില്ല. ഒരു AX5 റോപ്പൻ്റെ തൊട്ട് താഴത്തെ മോഡലായിട്ടാണ് ഇത് വരുന്നത്. ബാക്കി ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ്. പവറും എല്ലാം ഏകദേശം സെയിം ആയിട്ടാണ് വന്നിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ഡീസൽ വേരിയന്റ് വരുന്നുണ്ട്. ഡീസൽ വേരിയന്റ് കാണിച്ചു തരാൻ പറ്റുമെങ്കിൽ കാണിച്ചു തരാം. ഇതിൽ ടോപ്പ് എൻഡിൽ വരുന്ന സമയത്തുള്ള ഡിഫറൻസ് ഞാൻ എന്താണ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പം ഇതിൽ നിൽക്കുന്ന AX5 ആണ്. AX7 വരുന്ന സമയത്ത് എന്തൊക്കെ ഡിഫറൻസ് വരുന്നുണ്ടോ ഞാൻ നിങ്ങൾക്ക് വിഷ്വലി നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് വണ്ടിയുടെ ഒരു ഓവറോൾ ലുക്ക്, എഞ്ചിൻ റൂം എന്ന് പറയുന്നത്. ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ളത് ഇതിൻ്റെ വണ്ടിയുടെ ഫ്രണ്ട് ലുക്ക് തന്നെയാണ്. ഒരു നല്ലൊരു ബ്രാൻഡ് ന്യൂ ഡിസൈനിലോട്ട് മാറിയിരിക്കുകയാണ്. ആ ഹെഡ്ലൈറ്റ്സ് ആയിക്കോട്ടെ, ഈ ഒരു ഫ്രണ്ട് പോർഷൻ ആയിക്കോട്ടെ, ഫുള്ളി കവർ ചെയ്തിരിക്കുകയാണ്. ഫുള്ളി കവർ ചെയ്തതിൻ്റെ എൻ്റെ ഒരു നിഗമനം വെച്ചാണെങ്കിൽ അടുത്ത വർഷം ഇതിൻ്റെ ഒരു EV വരാനുള്ള ചാൻസസ് കൂടുതലാണ്. പിന്നെ ഓവറോൾ ലുക്ക് നോക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ചേഞ്ചസ് വന്നിട്ടുണ്ട്. 300 ആയിട്ട് നോക്കുകയാണെങ്കിൽ ഇതിന്റെ LED നോക്കുകയാണെങ്കിൽ, ടെയിൽ ലാമ്പ് നോക്കുകയാണെങ്കിൽ C ടൈപ്പ് DRLs നമുക്ക് വരുന്നുണ്ട്. പ്രൊജക്റ്റഡ് ഹെഡ്ലൈറ്റ്സ് ആണ് വരുന്നത്. അതുപോലെ തന്നെ വണ്ടി മൊത്തത്തിൽ ഒരു ഭീകര ലുക്കായിട്ട് മാറിയിട്ടുണ്ട്. കുറച്ചുകൂടെ ഒരു ബൾക്കിനെസ് ഫീൽ ചെയ്യുന്ന രീതിയിലേക്കാണ് നമ്മുടെ വണ്ടി വന്നിരിക്കുന്നത്. 3XO വന്നിരിക്കുന്നത്. സൈഡ് വീസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു വ്യത്യാസമായിട്ട് തോന്നില്ല. കാരണം 300 ആയിട്ട് ഏകദേശം സെയിം ആണ്. ഈ ഒരു കട്ടിങ്സ് ഒഴിച്ച് ബാക്കിയെല്ലാം നോക്കിയാൽ സെയിം ആയിട്ട് തോന്നും. പക്ഷേ വണ്ടി ഏകദേശം നല്ല രീതിയിലുള്ള ചേഞ്ചസ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ടയേഴ്സ് ആയാലും അത്യാവശ്യം വലിയ ടയേഴ്സാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതും കമ്പനി കൊടുത്തിരിക്കുന്ന അലോയ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ബേസ് മോഡൽ മുതൽ തന്നെ ഈ ഒരു വണ്ടി കൊടുത്തിരിക്കുന്ന ഒരു 6 എയർ ബാഗ്സ് സ്റ്റാൻഡേർഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. സേഫ്റ്റി 5 സ്റ്റാർ സേഫ്റ്റി കിട്ടുന്നുണ്ട്. ഡ്രൈവർ സൈഡിൽ റിയർ ഹാംബ്രസ്റ്റ് വരുന്നുണ്ട്. സാധാരണ ഈ ബേസ് വണ്ടികൾക്കൊന്നും കിട്ടാത്ത കാര്യങ്ങളാണ് മഹേന്ദ്രയിൽ കിട്ടുന്നത്. അതാണ് മഹേന്ദ്ര എപ്പോഴും ഡിഫറെൻ്റ് ആയിട്ട് ചിന്തിക്കുന്നത് പറയുന്നത്. എന്തായാലും നല്ല രീതിയിലുള്ള ചേഞ്ചസ് ആണ് മഹേന്ദ്ര കൊണ്ടുവന്നിട്ടുള്ളത്. ഇനി എന്താ നമുക്ക് ഡ്രൈവ് ചെയ്ത് നോക്കാം വണ്ടി എങ്ങനെ ഉണ്ടെന്ന്. ഞാൻ ഏകദേശം ഒരു 100 കിലോമീറ്ററോളം ഞാൻ വണ്ടി ഓടിച്ചായിരുന്നു. എന്തായാലും ബാക്കി വിശേഷങ്ങൾ ഞാൻ ഓടിച്ച് ഞങ്ങൾ പറഞ്ഞുതരാം എങ്ങനെ ഉണ്ടെന്ന് മാറ്റങ്ങൾ. സോ ഇപ്പോൾ വണ്ടി നിൽക്കുന്നത് കംഫർട്ട് മോഡിലോട്ട് സ്റ്റിയറിംഗ് ചേഞ്ച് ചെയ്തിരിക്കുകയാണ്. അത്യാവശ്യം കുറച്ച് കിലോമീറ്റർ ഒന്ന് ഓടിച്ച് നോക്കാം കംഫർട്ട് മോഡിൽ എങ്ങനെ ഉണ്ടെന്ന്.
നല്ല രീതിക്ക് ലൈറ്റായിട്ടാണ് എനിക്ക് സ്റ്റിയറിംഗ് ഫീൽ ചെയ്യുന്നത്. ഇത് കുറച്ച് മോശമായിട്ടുള്ള റോഡാണ്, എന്നാലും ഇവിടെ ഒക്കെ കംഫർട്ട് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. അത്യാവശ്യം ഇതൊരു കുഴിയാണ്, വലിയ രീതിയിലുള്ള ഇമ്പാക്റ്റ് നമുക്ക് അകത്തുനിന്ന് കിട്ടുന്നില്ല. ആസ് യൂഷ്വൽ 5 സ്റ്റാർ റേറ്റിംഗ് ഉള്ളത് കൊണ്ട് ബാക്കിലത്തെ സീറ്റ് പറ്റി ഇടാത്തതുകൊണ്ടാണ് ആ ഒരു ഇൻഡിക്കേഷൻ നമുക്ക് ക്ലസ്റ്ററിൽ കിട്ടുന്നത്. അത്യാവശ്യം മോശമായ റോഡിൽ കൂടെ പോയാലും നമുക്ക് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഇതിൽ നിന്ന് കിട്ടുന്നില്ല. കാരണം നമുക്ക് നല്ല രീതിയിലുള്ള ഗ്രൗണ്ട് ക്ലിയറൻസ് വരും. 200 mm ഗ്രൗണ്ട് ക്ലിയറൻസ് നമുക്ക് കിട്ടുന്നതുകൊണ്ട് അടി തട്ടുന്ന പേടി വലിയ രീതിക്ക് നമുക്ക് ഉണ്ടാകത്തില്ല. അതെന്തായാലും നല്ല കാര്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ വരാൻ നേരത്ത് ഈ വണ്ടിയിലെ ഈ ക്ലസ്റ്റർ തന്നെയാണ് മനോഹരമായിട്ടുള്ള കാര്യം. പുള്ളി LED ഡിസ്പ്ലേ ആണ് വരുന്നത്, അനലോഗ് അല്ല വരുന്നത്. അതിൽ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും നമുക്ക് ഇൻഡിക്കേഷൻ, പുറകിൽ സീറ്റ് ബെൽറ്റ് ഇട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും ഇൻഡിക്കേഷൻ അടക്കം നമുക്കിവിടെ ഡ്രൈവറിന് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്തായാലും വണ്ടി ഒന്ന് കാല് കൊടുത്തൊന്ന് എടുത്തു നോക്കാം. പുറകിൽ വണ്ടികളെല്ലാം പോയിട്ടുണ്ട്. എന്തായാലും കാല് കൊടുത്തൊന്ന് എടുത്തു നോക്കാം. നല്ല രീതിയിലുള്ള റെസ്പോൺസ് നമുക്ക് വണ്ടിയിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഗിയർ ഷിഫ്റ്റിംഗ് ആയാലും നല്ല സ്മൂത്ത് ഗിയർ ഷിഫ്റ്റിംഗ് ആണ് നമുക്ക് കിട്ടുന്നത്. എനിക്ക് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം കുറച്ച് കിലോമീറ്റർ ആയിട്ട് ഞാൻ വണ്ടി ഡ്രൈവ് ചെയ്തായിരുന്നു. അത്രയും സമയത്ത് എനിക്ക് യാതൊരു ഡിലേയും ഒന്നും ഫീൽ ചെയ്തില്ല. മാനുവലിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള റെസ്പോൺസ് കിട്ടുന്നുണ്ട്. സ്മൂത്തായിട്ട് ഗിയർ ഷിഫ്റ്റിംഗ് നമുക്ക് നടക്കുന്നുണ്ട്. ക്ലച്ചായാലും വലിയ ടൈറ്റ് ഇല്ലാത്ത ക്ലച്ചാണ് കിട്ടുന്നത്. വണ്ടിക്ക് നല്ല രീതിയിൽ കംഫോർട്ടും ഡ്രൈവിംഗ് കംഫോർട്ടും കിട്ടുന്നുണ്ട്. ഞാൻ അതേ പറഞ്ഞ എനിക്കത് പെട്രോൾ മാനുവലാണ്. ഇതിൽ എല്ലാ ആൾക്കാരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് എത്ര കിട്ടും മൈലേജ്. കമ്പനി ഏകദേശം 18-19 പറയുന്നത്. റിയൽ ടൈമിൽ നമ്മൾ അത്യാവശ്യം നല്ല രീതിക്ക് ഓടിക്കുകയാണെങ്കിൽ 15+ കിട്ടാറുണ്ട്. റിയൽ ടൈം യൂസേഴ്സിന് ഏകദേശം 14 കിട്ടുന്നുണ്ട്. അതെല്ലാം നമ്മൾ ഡിപ്പെൻഡ് ചെയ്ത് നമ്മുടെ ഡ്രൈവിംഗ് സ്റ്റൈലിന് ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിക്ക് ഓടിക്കുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള റേഞ്ച് അല്ലെങ്കിൽ കിലോമീറ്റേഴ്സ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നതാണ്. അതുകൊണ്ട് നമുക്ക് മൈലേജിന്റെ കാര്യത്തിലും യാതൊരു ഇഷ്യൂസും നമുക്കിവിടെ നോക്കണ്ട. അത്യാവശ്യം നല്ല മൈലേജ് നമുക്ക് കിട്ടും. പിന്നെ 5 സ്റ്റാർ റേറ്റിംഗ് വരുന്നുണ്ട്. ഒരു എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് 5 സ്റ്റാർ റേറ്റിംഗ് എന്ന് പറയുന്നത്. അത് ഈ ഒരു വണ്ടിയിൽ നമുക്ക് കിട്ടുന്നുണ്ട്. ഈ ഒരു വണ്ടി നമുക്ക് 2 വേരിയന്റിൽ കിട്ടുന്നുണ്ട്. പെട്രോളിലും കിട്ടുന്നുണ്ട്, അതുപോലെ തന്നെ ഡീസലും കിട്ടുന്നുണ്ട്. പെട്രോൾ ഓട്ടോമാറ്റിക്കും മാനുവലും ഉണ്ട്, ഡീസൽ ഓട്ടോമാറ്റിക്കും മാനുവലും വരുന്നുണ്ട്. പിന്നെ പെട്രോളിൽ തന്നെ 2 സ്പെക്കാണ് വരുന്നത്. അത് ഇഞ്ചക്ഷനിൽ മാത്രമാണ് വ്യത്യാസം വരുന്നത്. ബാക്കിയെല്ലാം സെയിം തന്നെയാണ്, പവർ എല്ലാം സെയിം തന്നെയാണ്. ചെറിയൊരു വേരിയേഷൻ നമുക്ക് കിട്ടുമെന്നേ ഉള്ളൂ. അത് ചെറിയൊരു വേരിയേഷൻ മാത്രമാണ് നമുക്ക് ഇതിൽ വരുന്നത്. വലിയ രീതിയിലുള്ള ചേഞ്ചസ് ഒന്നും വരുന്നില്ല. പിന്നെ ടോപ്പ് എൻഡ് വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് അഡാസ് വരുന്നുണ്ട്, 360 വരുന്നുണ്ട്. അത് മാത്രമാണ് ഈ വേരിയന്റും ടോപ്പ് എൻഡും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, ലക്ഷറി ആയിട്ടുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ബേസ് വേരിയന്റിൽ തന്നെ നമുക്ക് 6 എയർ ബാഗ്സ് വരുന്നുണ്ട്, സ്റ്റാൻഡേർഡ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുകയാണ്. 5 സ്റ്റാർ റേറ്റിംഗ് ഉള്ളൊരു വണ്ടി കൂടിയാണ്. അത്യാവശ്യം നമ്മൾ ചവിട്ടിപ്പിടിച്ച് പോയാലും നല്ല രീതിയിലുള്ള റെസ്പോൺസ് നമുക്ക് കിട്ടുന്നുണ്ട്. പെട്രോളിൽ നമുക്ക് മാനുവലിൽ നമുക്ക് സ്റ്റിയറിംഗ് മോഡ്സ് മാത്രമാണ് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഓട്ടോമാറ്റിക്കിലോട്ട് വരുന്ന സമയത്ത് അത് മോഡോട്ട് ചേഞ്ച് ചെയ്യുന്നുണ്ട്. സിപ്പ്, സൂം, സാപ്പ് 3 മോഡായിട്ടാണ് വരുന്നത്. നമ്മൾ താറിന്റെ വീഡിയോയിൽ നിങ്ങൾ കണ്ടു കാണും. താറിന്റെ വീഡിയോ കാണാത്ത ആൾക്കാർ മേളിൽ ഞാൻ കൊടുത്തേക്കാം. നമ്മൾ ഓൾ ന്യൂ താർ 5 ഡോറിന്റെ താറോക്സിന്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഈ ഒരു വണ്ടി ബുക്ക് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഞാൻ താഴെ കൊടുക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ബെസ്റ്റ് പ്രൈസിന് നിങ്ങൾക്ക് വണ്ടികൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം വെയിറ്റിംഗ് പീരീഡ് എല്ലാ മഹീന്ദ്രയുടെ വണ്ടികൾക്കും വരുന്നുണ്ട്, അതുപോലെ തന്നെ ഈ ഒരു വണ്ടിക്ക് വരുന്നുണ്ട്. ഫാസ്റ്റായിട്ട് തന്നെയാണ് ഡെലിവറി എല്ലാം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് കറന്റ് ഓഫേഴ്സിനായിക്കോട്ടെ ടെസ്റ്റ് ഡ്രൈവിനായിക്കോട്ടെ താഴെ കൊടുക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ബെസ്റ്റ് ഓഫേഴ്സിന് നിങ്ങൾക്ക് വണ്ടികൾ കിട്ടുന്നതാണ്. അപ്പോൾ ആരും ഈ ഒരു ഓപ്പർച്യൂണിറ്റി മിസ് ചെയ്യല്. ഇപ്പോൾ എന്തായാലും ക്രിസ്മസ്, ന്യൂ ഇയർ ഒക്കെ ഓഫേഴ്സ് ഒക്കെ നല്ല രീതിക്ക് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഇപ്പോൾ പുറത്ത് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അത്യാവശ്യം നല്ല രീതിക്കുള്ള ട്രാഫിക് ഉണ്ട്. ആ ഒരു സമയത്തും നല്ല റെസ്പോൺസ് വണ്ടിയിൽ നിന്ന് കിട്ടുന്നുണ്ട്. നമുക്കൊരു ടയർഡ്നെസ് ഫീൽ ചെയ്യുന്നു. പുറത്ത് നല്ല രീതിക്കുള്ള ട്രാഫിക് ഉണ്ട്. ആ സമയത്തും അത്യാവശ്യം നല്ല രീതിക്ക് റെസ്പോൺസ് കിട്ടുന്നുണ്ട്. പിന്നെ ഒരു വണ്ടിയുടെ ഏറ്റവും ലുക്കാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഒരു നല്ല രീതിയിലുള്ള ചേഞ്ച് വണ്ടി കൊണ്ടുവന്നത്. കുറച്ച് മാസി ലുക്കാണ് വണ്ടിക്ക് ഇപ്പം നിലവിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഓൾ ന്യൂ 3XOയുടെ ഫീച്ചേഴ്സും അതുപോലെ തന്നെ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെസ്റ്റ് പ്രൈസിന് വണ്ടികൾ എടുക്കാനായിട്ട് താഴെ കൊടുക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ബെസ്റ്റ് ഓഫേഴ്സിൽ നിങ്ങൾക്ക് വണ്ടികൾ കിട്ടുന്നതാണ്.
അപ്പോൾ ആ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അപ്പം ബൈ ഫോർ നൗ, ബൈ ബൈ.